നമസ്കാരം. ധനുസ് PSC ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങൾ ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് LGS ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാൻ പറ്റും. 2023 ചോദിച്ചിട്ടുള്ള LGSൻ്റെ കേരള PSC നടത്തിയ എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സും ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കേരള കായിക ദിനം ആചരിക്കുന്നത് എന്നാണ്. കേരള കായിക ദിനം ആചരിക്കുന്നത് എന്നാണ്. ഒക്ടോബർ 13 കേരള കായിക ദിനം ആചരിക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ, AKG അല്ലെങ്കിൽ AK ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? KM വാസുദേവൻ നമ്പൂതിരിയെ ആണ് വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത്. ആവർത്തന ചോദ്യങ്ങൾ എപ്പോഴും നമുക്ക് പുതിയ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. LGSനും ഒരു 10 years മുതലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായന ദിനമായി ആചരിക്കുന്നത്? ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായന ദിനമായി ആചരിക്കുന്നത്? ആൻസർ 1996. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയുടെയാണ് സാധുജന പരിപാലന സംഘം. നെക്സ്റ്റ്, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എറണാകുളം ജില്ല. വീരകേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? വീരകേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? പഴശ്ശിരാജയാണ് വീരകേരള സിംഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പതിവായി നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മുൻവർഷ ചോദ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്? ആൻസർ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാരൺ ദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ബാരൺ ദ്വീപ്. നിക്കോബാർ ദ്വീപുകളിലാണ് ബാരൺ ദ്വീപ്. ഏക സജീവ അഗ്നിപർവ്വതമാണേത്? ബാരൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേരെന്താണ്? സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേര് എന്താണ്? ഖാദർ എന്നാണ്. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് പറയുന്ന പേരാണ് ഖാദർ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ ഉപദ്വീപീയ പീഠഭൂമി. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? സൂര്യനാണ്. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? സൂര്യൻ. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചി. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചി. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ട.
ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ട. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാം? ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാം? ഏതെല്ലാം മേഖലകളാണ്? കാർഷിക, വ്യവസായ, സേവന മേഖലകൾ. കാർഷിക, വ്യവസായ, സേവന മേഖലകളിൽ നിന്നാണ് ദേശീയ വരുമാനം ലഭിക്കുന്നത്. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ കാർഷിക, വ്യവസായ, സേവന മേഖലകളാണ്. അടുത്തത് മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? ആൻസർ ഭൂട്ടാനാണ്. സന്തോഷ സൂചിക ഭൂട്ടാനാണ്. സന്തോഷിപ്പിക്കാൻ ഭൂട്ടാൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നിവയാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. എന്താണ്? സഹകരണം, സ്വയം സഹായിക്കുക, പരസ്പരം സഹായിക്കുക എന്നിവയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ഇവിടെ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ. പ്രഥമ ചെയർമാൻ രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? ആൻസർ ഓപ്ഷൻ ബി അല്ലേ? അറിയാം, 42 അല്ലേ? 42 ഭരണഘടനാ ഭേദഗതി വഴിയാണ് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇനി 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? ഏതവകാശമാണ്? സ്വത്തവകാശത്തെയാണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടത്. ഏത് ഭരണഘടനാ ഭേദഗതി? 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ. 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്യപ്പെട്ടു. സ്വത്തവകാശം എടുത്ത് കളഞ്ഞു. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാണ് പിംഗലി വെങ്കയ്യ. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. കൽപ്പന ചെയ്തത് വെങ്കയ്യാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. ഗംഗ അല്ലേ? ദേശീയ നദി ഗംഗയാണ്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24 1950 ജനുവരി 24 ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം. ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം എത്രയാണ്? 3:2. 3:2 ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം. വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? ബംഗാളി ഭാഷയിൽ. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം ഏതാണ്? 2009. ഡോൾഫിന് 2009 ഡോൾഫിന് 2009 ഡോൾഫിന്. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ഏതാണ്?
ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ഏതാണെന്ന് ചോദിച്ചാൽ കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ഏതാണ്? വിഭജിച്ചത് കഴ്സൺ പ്രഭു. കഴ്സൺ വിഭജിച്ചു. നെക്സ്റ്റ്, ആരാണ് അതിർത്തി ഗാന്ധി? അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. അതിർത്തി ഗാന്ധി ഗാഫർ ഖാനാണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം? 1853. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം 1853. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാരാണ്? ദീനബന്ധു മിത്ര. പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ആൻസർ ലാഹോർ സമ്മേളനം. വളരെ ഇമ്പോർട്ടൻ്റ്, എപ്പോഴും ചോദിക്കുന്നുണ്ട്. പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനം. 1957 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം ഏതാണ്? 1957 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം ഏതാണ്? ആൻസർ കാൺപൂർ ആണ്. നാനാ സാഹിബിൻ്റെത് കാൺപൂറാണ്. നാനാ സാഹിബ് കാൺപൂർ ആണ്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി പ്രഭു. അല്ലേ? ഇവിടെ ഡായ്ക്കും ഒരു സാമ്യത കൊണ്ടുവന്നാൽ മതി. ദത്തവകാശം ഡൽഹൌസി, അല്ലേ? ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ആരാണ്? ഡൽഹൌസി പ്രഭു. ശ്രീരംഗപട്ടണ ഉടമ്പടിയിൽ ഒപ്പുവച്ച ഇന്ത്യൻ നാട്ടുരാജാവ്? ശ്രീരംഗപട്ടണ ഉടമ്പടിയിൽ ഒപ്പുവച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആരാണ്? ടിപ്പു സുൽത്താൻ. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം എവിടെയാണ്? തിരുനെൽവേലിയാണ്. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ആമുഖമാണ്. ആമുഖത്തെയാണ് ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം? 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം എത്രയുണ്ട്? 11 എണ്ണം. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികൾ എത്രയെണ്ണമുണ്ട്? 11 എണ്ണം. പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകളുണ്ട്? ആൻസർ 6 മുനിസിപ്പൽ കോർപ്പറേഷനുണ്ട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? ആൻസർ മാട്ടുപ്പെട്ടി. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ്? 2017. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ആരാണ്? MD വത്സമ്മ. നോക്കി വെച്ചോളൂ. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം MD വത്സമ്മ. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതിക്ക് പറയുന്ന പേരെന്താണ്? വിദ്യാതീരം. അല്ലേ? കടൽ തീരം എന്ന് ഓർത്താൽ അവിടെ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്നില്ലേ? അപ്പോൾ കടലിൻ്റെ സൈഡ് ആയതുകൊണ്ട് നമുക്ക് വിദ്യാതീരം, കടൽ തീരം എന്നൊക്കെ ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി?
ആൻസർ ആർ ശങ്കർ. ആർ ശങ്കർ. ആർ ശങ്കർ. അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രി ആരാണ്? വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? ആൻസർ റാണി ഗൗരി ലക്ഷ്മിഭായിയാണ്. റാണി ഗൗരി ലക്ഷ്മിഭായിയാണ്. കല്ലുമാല സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ് കല്ലുമാല സമരം. ജാതിക്കുമ്മി എന്ന കവിത രചിച്ചതാരാണ്? ജാതിക്കുമ്മി എന്ന കവിത രചിച്ചതാരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ കാസർഗോഡ് ജില്ലയിൽ. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1909. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പയ്യന്നൂരാണ്. പയ്യന്നൂർ. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതമെന്ന് വിശേഷിപ്പിക്കുന്നത്? ആൻസർ എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനികതയിലെ മഹാത്ഭുതമെന്ന് വിശേഷിപ്പിക്കുക. ക്ഷേത്രപ്രവേശന വിളംബരം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ അസഫ് അലി. അരുണ അസഫ് അലി. കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. കേരള ഗാന്ധി കെ കേളപ്പൻ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 32. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ ഡി ആണ്. COVID-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ്? വൈറസാണ്. വൈറസാണ്. COVID-19 പാൻഡമിക്കിന് കാരണം വൈറസാണ്. മനുഷ്യശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷകഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? ചെറുകുടലാണ്. ചെറുകുടൽ. മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? താലോലം. അതായത് താഴെ 18 വയസ്സിൽ താഴെയാണെങ്കിൽ താലോലം എന്ന പദ്ധതിയാണ് കൊടുക്കുന്നത്. സങ്കര ഇനം തക്കാളി. സങ്കര ഇനം തക്കാളി ഏതാണ്? സങ്കര ഇനം തക്കാളി അക്ഷയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ കാസർഗോഡാണ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതിക്ക് പറയുന്ന പേരെന്താണ്? മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതിക്ക് പറയുന്ന പേര് എന്താണ്? ഹൈഡ്രോപോണിക്സ് അല്ലേ? മണ്ണില്ലാതെ ചെയ്യുമ്പോൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറയാം. മണ്ണില്ല, അവിടെ ഹൈഡ്രോപോണിക്സ് ആണ്. ഹൈഡ്രോപോണിക്സ്. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവിടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? ഇക്കോളജി. ഇക്കോസിസ്റ്റം ഒക്കെ ഓർമ്മയില്ലേ? ഇക്കോളജി. ജീവജാലങ്ങൾ തമ്മിലും ജീവികൾ തമ്മിലും ജീവജാലങ്ങളും അവിടെ ചുറ്റുപാടും പരിസരവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് ഇക്കോളജി. പരിസര പഠനം ഇക്കോളജി. റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ്? റെഡ് ഡേറ്റ ബുക്ക്, ചുവന്ന ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളും ആകുന്നു? വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുക്കളെയാണ് റെഡ് ഡേറ്റ ബുക്കിൽ, ചുവന്ന ബുക്കിൽ രേഖപ്പെടുത്തിയേക്കുക അല്ലേ? അവരെപ്പോൾ വേണമെങ്കിലും മൺമറിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അവരുടെ പേരുകൾ നമ്മൾ റെഡ് ഡേറ്റ ബുക്ക് ഉൾപ്പെടുത്തിയവയെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുന്നു. കാരണം അവരുടെ വംശനാശം ഇല്ലാതാകരുതെന്ന് കരുതി മാത്രം നമ്മളവരെ സംരക്ഷിക്കാൻ, ആ വിഭാഗം ജീവികളെ നമ്മൾ സംരക്ഷിക്കാൻ പ്രത്യേക താല്പര്യമുണ്ട്, സംരക്ഷിക്കണം. അതിനുവേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നവരെ റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ റെഡ് ഡേറ്റ ബുക്ക് നോക്കുമ്പോൾ നമുക്കൊന്ന് ഓർക്കാൻ പറ്റും, വംശനാശ ഭീഷണി അല്ലെങ്കിൽ ലിമിറ്റഡ് നമ്പറേ ഉള്ളൂ, കുറച്ച് നമ്പറേ. ഇപ്പോൾ ഒരു 100 ഒരു ഏരിയ എടുത്ത് അവിടെ 1-2 നമ്പറിലുള്ള അല്ലെങ്കിൽ എണ്ണത്തിലുള്ള ജീവികൾ മാത്രമേ കാണുകയുള്ളൂ. അതാണെന്ത്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റുദർഫോർഡാണ്. സൗരയൂഥ മാതൃക കണ്ടെത്തിയത് റുദർഫോർഡ്. സൗരയൂഥ മാതൃക റുദർഫോർഡാണ്. റുദർഫോർഡാണ്.
കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ എന്ന് പറയുമ്പോൾ അത് സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുക? അലസവാതകങ്ങൾ 18ാം ഗ്രൂപ്പിലാണ് അലസവാതകങ്ങൾ കാണപ്പെടുക. 18ലാണ് അലസമായി കിടക്കുക അല്ലേ? 18ൽ അലസമായി കിടക്കുന്നു. ചുവടെ നൽകിയിട്ടുള്ളവയിൽ നിന്ന് ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക. ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം ഏതാണ്? ഹീലിയം. ഏകാറ്റോമിക തന്മാത്ര ഹീലിയം. LPGയിലെ മുഖ്യ ഘടകം ഏതായിരിക്കും? LPGയിലെ മുഖ്യ ഘടകം ഏതായിരിക്കും? ബ്യൂട്ടൈനാണ് LPGയിലെ മുഖ്യ ഘടകം. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ ആണ്. ഡെസിബൽ. ഊർജത്തിൻ്റെ യൂണിറ്റിന് പറയുന്ന പേരെന്താണ്? ആൻസർ ഊർജത്തിൻ്റെ യൂണിറ്റിന് പറയുന്ന പേര് ജൂൾ എന്നാണ്. ഒരു സദിശ അളവിൽ ഉദാഹരണം ഏതാണ്? ത്വരണം. ഇവിടെ ദൂരമുണ്ട്, സമയമുണ്ട്, ത്വരണമുണ്ട്, ഊഷ്മാവുണ്ട്. അപ്പോൾ ഒരു സദിശ അളവിന് പറയുന്ന പേരെന്താണ്? ത്വരണമാണ്. കടൽക്കാറ്റുണ്ടാകുന്നതിന് കാരണമായ താപപ്രക്രിയ ഏതാണ്? കടൽക്കാറ്റുണ്ടാകുന്നതിന് കാരണമായ താപപ്രക്രിയ ഏതാണ്? ആൻസർ ഏതാ പറയുക? സംവഹനമാണ്. 79 അല്ലേ? സംവഹനമാണ് കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമായ താപപ്രക്രിയ. ഏതാണത്? സംവഹനം. കടൽക്കാറ്റ് സംവഹനം മുഖേനയാണ് ഉണ്ടാവുക. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരവും ഒരു ദർപ്പണത്തിൻ്റെ വക്രതാ ആരവും തമ്മിലുള്ള ബന്ധം. ആ ദർപ്പണത്തിൻ്റെ വക്രതാ ആരവും തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ല, എഫും ആറും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? എഫും ആറും തമ്മിലുള്ള ബന്ധം എന്താണ്? എഫ് =r/2 എന്നാണ്. എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻസ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എഫ് =r/2 എന്നാണ് ആ ഇക്വേഷൻ വരിക. എഫ് ഫോക്കൽ ദൂരം ആരത്തിൻ്റെ പകുതിയാണ്. ഫോക്കസ് ദൂരം എപ്പോഴും ആരത്തിൻ്റെ പകുതിയാണ്. എഫ് =r/2. ഫോക്കസ് ദൂരം എപ്പോഴും ആരത്തിൻ്റെ പകുതിയായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. LGSൻ്റെ ക്വസ്റ്റ്യൻസ് പതിവായി കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല നല്ല ക്വസ്റ്റ്യൻസുമായിട്ട് ആവർത്തന ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വെരി മച്ച് സപ്പോർട്ട് മീ.